പിന്നെ നമ്മൾ ക്ലാസ് ചെയ്ത റെവിറ്റിൻ്റെ പ്രോബ്ലം ഒന്നുകൂടെ നോക്കുകയാണ്. റെവിറ്റിൽ നമ്മളൊരു മോഡൽ ചെയ്യും, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കോസ്റ്റ് ഷെഡ്യൂൾ നമ്മൾ പ്രിപ്പയർ ചെയ്യും. ഇപ്പോൾ ക്ലാസ്സിൽ നിങ്ങളിപ്പോൾ വലിയൊരു പ്ലാനൊക്കെ ആയിരിക്കാൻ ചെയ്തത്, ഇപ്പോൾ നമ്മൾ ചെറിയൊരു പ്ലാൻ എടുത്ത് സിമ്പിളായിട്ട് ബേസിക് ആയിട്ടുള്ള അതിൻ്റെ സ്റ്റെപ്പുകളൊന്ന് പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ നിങ്ങൾ സാധാരണ വരുത്താൻ സാധ്യതയുള്ള തെറ്റുകളും കൂടെ ഒന്ന് പറഞ്ഞു പോവാം കേട്ടോ. നമ്മൾ റെവിറ്റ് എടുത്തു. ഇപ്പോൾ ഇത് എൻ്റെ ലാപ്ടോപ്പിൽ റെവിറ്റ് 2023 ആണ്. നമുക്ക് കോളേജിലുള്ളത് 2025 ആണ്. എങ്കിലും കാര്യമായിട്ട് വ്യത്യാസം നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വലിയ വ്യത്യാസം വരത്തില്ല. ഓക്കെ. അപ്പോൾ ഏറ്റവും ആദ്യമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ നേരത്ത്, നമ്മൾ പുതിയൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ നേരത്ത് ഏറ്റവും ആദ്യം ഒരു ടെംപ്ലേറ്റ്, ഏത് ടെംപ്ലേറ്റ് ആണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ചോദിക്കും. അപ്പോൾ ഇപ്പോൾ ഇവിടെ മോഡൽസ് വന്നു. അപ്പോൾ ഞാനിവിടെ ന്യൂ ക്രിയേറ്റ് ചെയ്യാൻ നേരത്ത് ടെംപ്ലേറ്റ് ഫയലുണ്ട് അല്ലേ. അപ്പോൾ ഇത് കൺസ്ട്രക്ഷൻ ടെംപ്ലേറ്റ് ആണ് കിടക്കുന്നത്. നമുക്ക് ക്ലാസ് ചെയ്തിരിക്കുന്നത് കൺസ്ട്രക്ഷൻ ടെംപ്ലേറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ അതെങ്ങാനും നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സൈഡിൽ ബ്രൗസ് ഉണ്ട് കേട്ടോ. ബ്രൗസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ടെംപ്ലേറ്റ് ഫയൽ .rte ആണ്. .rte കാണും. അപ്പോൾ അതിൽ ഇത് ഇംഗ്ലീഷിനകത്ത് നമുക്ക് കുറേ ഡിഫോൾട്ട് മെട്രിക് ഒക്കെ കിടപ്പുണ്ട്, നമുക്ക് എടുക്കാവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ലൊക്കേഷൻ നോക്കണം. സിക്കകത്ത് പ്രോഗ്രാം ഡേറ്റയ്ക്ക് ഓട്ടോഡെസ്ക് RBT 2025 ആയിരിക്കും ലാബിൽ. ടെംപ്ലേറ്റ്സിനകത്ത് ഇംഗ്ലീഷ് അല്ലാതെ വേറെ എന്തൊക്കെയുള്ള പല ലാംഗ്വേജുകൾ കിടപ്പുണ്ട്. ഇംഗ്ലീഷ് തന്നെ ഇമ്പീരിയലും കിടപ്പുണ്ട്. നമുക്കിപ്പോൾ ഇംഗ്ലീഷിലെ മെട്രിക് ആണ് വേണ്ടത്. അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള ഡിഫോൾട്ട് മെട്രിക് ആയിരിക്കും. നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ടെംപ്ലേറ്റ് ഇല്ലെങ്കിൽ നോ ടെംപ്ലേറ്റ് വെച്ച് മുന്നോട്ട് പോകാം. പക്ഷേ നമുക്ക് ഇപ്പോൾ ചെയ്യുന്നത് പോലെ കൃത്യമായിട്ട് നമുക്ക് കാര്യങ്ങൾ വരത്തില്ല. ഒരല്പം കൂടെ നിങ്ങൾ മെനക്കെടേണ്ടി വരും. ഓക്കെ. അപ്പോൾ എക്സാമിനാണെങ്കിലും ഈ ടെംപ്ലേറ്റ് ഫയൽ ഇല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺസ്ട്രക്ഷൻ്റെ ഡിഫോൾട്ട് ടെംപ്ലേറ്റ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ കൺസ്ട്രക്ഷൻ ടെംപ്ലേറ്റ് നമ്മൾ എടുത്തു, ഓക്കെ അടിച്ചു. ഓക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട നമുക്ക് 2-3 കാര്യങ്ങളൊക്കെ ഇൻബിൽറ്റ് ആയിട്ട് നമുക്ക് വരും. ഇവിടെ ലെവലുകളുണ്ട്. ലെവൽ 0-ഉം ലെവൽ 1-ഉം ഒക്കെ വന്നിട്ടുണ്ട്. ലെവൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ പലതരം ഹൈറ്റുകൾ, ഇപ്പോൾ ബിൽഡിങ്ങിൻ്റെ വോള് എവിടെ മുതൽ എവിടം വരെ വേണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് നമുക്ക് ഒരല്പം എളുപ്പം കിട്ടും നമ്മൾ ഈ ലെവൽ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ചെറുതായതുകൊണ്ട് നമുക്കത് അത്ര പ്രകടമായിട്ട് അറിയത്തില്ലെന്നേ ഉള്ളൂ. കുറേ കോംപ്ലിക്കേറ്റഡ് ബിൽഡിംഗ് ഒക്കെ വരുമ്പോഴത്തേക്ക് അത് നമുക്ക് അതിൻ്റെ ആവശ്യം നമുക്ക് വരും. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ലെവൽ 0 ഉണ്ട്, ലെവൽ 1 ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് പുതിയൊരു ലെവൽ ക്രിയേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചു. പുതിയൊരു ലെവൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചു, ആർക്കിടെക്ചറിനകത്ത് ഇവിടെ ഈ ലെവൽ ഉണ്ട്, പക്ഷേ അത് നമുക്ക് സെലക്ട് ചെയ്യാൻ പാകത്തിനല്ല അല്ലേ. അപ്പോൾ സെലക്ട് ചെയ്യാൻ പാകത്തിനാകണം എന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ താഴെ കണ്ടു എലിവേഷൻ. അപ്പോൾ എലിവേഷൻ ഉണ്ട്, ഈസ്റ്റ്, നോർത്ത്, സൗത്ത്, വെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ എലിവേഷൻ കിടപ്പുണ്ട്. ഇത് ഏതെങ്കിലും ഒരു എലിവേഷനിൽ പോയാൽ മാത്രമേ നമുക്ക് ഈ ലെവലുകളൊക്കെ കാണാനും എന്തെങ്കിലും ആഡ് ചെയ്യാനോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലാനിൽ നിന്നാൽ പോരാ. ഇവിടെ ഫ്ലോർ പ്ലാനിൽ ലെവൽ 0 ലെവൽ 1 നിന്നാൽ പോരാ. നിങ്ങൾ ഏതെങ്കിലും ഒരു എലിവേഷനിലേക്ക് നമ്മൾ വരണം. ഈസ്റ്റോ നോർത്തോ സൗത്തോ വെസ്റ്റോ ഏതെങ്കിലും ഒരു എലിവേഷനിലേക്ക് വരണം. അവിടെ വരുമ്പോഴാണ് നമുക്ക് ഈ ലെവലുകളെല്ലാം കാണാൻ പറ്റുന്നത്, അതേപോലെ അത് എഡിറ്റ് ചെയ്യാനും പറ്റുന്നത്. അപ്പോൾ ഈ ലെവൽ 0 കണ്ടു, ഇതിൻ്റെ പേരാണ് ലെവൽ 0 എന്നുള്ളതിൻ്റെ പേരാണ്. മേലത്തെ ലെവൽ 1 അതിൻ്റെ പേരാണ്. താഴെ കൊടുത്തിരിക്കുന്നത് എത്ര എലിവേഷൻ ഉണ്ടെന്നുള്ളതാണ്. താഴെ 0 കൊടുത്തിട്ട് മേളിൽ 4000 ഉണ്ട് അല്ലേ. 4000 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു സംശയം വരും, ഇതിൻ്റെ യൂണിറ്റ് ഏതായത് സെൻറ്റിമീറ്റർ ആണോ മില്ലിമീറ്റർ ആണോ. ഇത് മില്ലിമീറ്റർ ആകാനാണ് സാധ്യത. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ടൈപ്പ് ചെയ്താൽ UN എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വരും യൂണിറ്റ്. ഒരു മിനിറ്റ് പതിയെ വരും. ഓക്കെ. എത്തി നമുക്കിവിടെ ലെങ്ത് മില്ലിമീറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്. ലെങ്ത് മില്ലിമീറ്ററിൽ കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ മില്ലിമീറ്റർ എന്നുള്ളത് മാറ്റി നമുക്ക് തൽക്കാലം സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാം. ഇപ്പോൾ 4000 മില്ലിമീറ്റർ എന്ന് പറയുന്നത് വരെ 400 സെൻറ്റിമീറ്റർ എന്നുള്ളതായിരിക്കും നമുക്ക് ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് ഒക്കെ പറയുമ്പോഴത്തേക്ക് നമുക്കൊരു സൗകര്യം. അതുകൊണ്ട് ഞാൻ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റി. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക 4000 കടന്നിട്ട് ഇപ്പോൾ 400 ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് ഏറ്റവും താഴത്തെ ലെവൽ 0 എന്നുള്ളതിന് ഞാൻ നമ്മുടെ ഗ്രൗണ്ട് ലെവൽ അല്ലേ, നമ്മുടെ പേര് നമുക്ക് ഓർത്തിരിക്കാൻ പാകത്തിന് പേര് ഞാനൊന്ന് മാറ്റുവാണ്. ഗ്രൗണ്ട് ലെവൽ എന്ന് ഞാൻ അതിൻ്റെ പേര് മാറ്റുവാണ്. ഗ്രൗണ്ട് നമ്മൾ വീട് വയ്ക്കാൻ പോകുന്ന സ്ഥലത്തെ ഗ്രൗണ്ടിൻ്റെ ലെവലിനെ ആണ് ലെവൽ 0 ആയിട്ടിരുന്നതിന് ഗ്രൗണ്ട് ലെവൽ എന്ന് പറഞ്ഞാൽ റീനെയിം ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ കണ്ടു, ഇവിടെയൊക്കെ ലെവൽ 0 എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഗ്രൗണ്ട് ലെവൽ എന്ന് പറഞ്ഞ് മാറ്റുമ്പോഴത്തേക്ക് കമ്പ്യൂട്ടർ നമ്മൾ ചോദിക്കും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ലെവൽ 0 മാറ്റി ഗ്രൗണ്ട് ലെവൽ ആക്കണമെന്ന് കാര്യം ചോദിക്കും. അപ്പോൾ യെസ് എന്ന് കൊടുക്കുക. ഓക്കെ. അപ്പോൾ അതേപോലെ തന്നെ ഈ ലെവൽ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ സ്ലാബിൻ്റെ ലെവലാണ്. അപ്പോൾ സ്ലാബിൻ്റെ ലെവലിനെ നമ്മൾ സ്ലാബ് ലെവൽ എല്ലായിടത്തും ഇവിടെ എല്ലായിടത്തും മാറ്റണോ എന്നുള്ള കാര്യം ചോദിച്ചു. യെസ് മാറ്റിക്കൊള്ളാൻ നമ്മൾ പറഞ്ഞു. ഓക്കെ. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം നമുക്ക് ഗ്രൗണ്ട് ലെവലുണ്ട്. ഇനി ഗ്രൗണ്ട് ഫ്ലോർ നമ്മൾ സ്റ്റെപ്പൊക്കെ ചവിട്ടി
കയറി നിൽക്കുന്ന സ്ഥലമില്ലേ, ആ ഭാഗം പ്ലിന്തിൻ്റെ മേളിലുള്ള നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഒരു ലെവൽ കൊണ്ട് ഞാനത് മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ ബിൽഡിംഗ് വരയ്ക്കാനായിട്ട് ഇപ്പോൾ നമുക്കൊരു ഗ്രൗണ്ട് ഫ്ലോർ എന്നുള്ളൊരു ലെവൽ ഇല്ലെങ്കിൽ നമുക്ക് പറ്റും. പക്ഷേ അത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ആർക്കിടെക്ചർ എടുത്തു, ലെവൽ എടുത്തിട്ട് ലെവൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ക്ലിക്ക് ചെയ്യാൻ പറയുന്നുണ്ടല്ലേ, സ്റ്റാർട്ട്. നമുക്ക് ലെവൽ ഇങ്ങനെ മാർക്ക് അടിച്ച് ഞാനിങ്ങോട്ട് നീക്കി വരയ്ക്കുവാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം ഒരു 100.00 എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 100 സെൻറ്റിമീറ്റർ പൊങ്ങിയാണ് ഞാനിപ്പോൾ പുതിയ ലെവൽ വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരച്ചു. ഓക്കെ, അപ്പോൾ എനിക്ക് 100 സെൻറ്റിമീറ്റർ പൊങ്ങി വേണ്ട. ഇപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് 1 മീറ്റർ പൊങ്ങിയൊന്നും എനിക്ക് വേണ്ട. എനിക്കൊരു 50 സെൻറ്റിമീറ്റർ മതി. എങ്കിൽ എനിക്ക് അവിടെ ക്ലിക്ക് ചെയ്തത് മാറ്റാം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ എനിക്ക് പേര് മാറ്റണം. പേര് മാറ്റി എനിക്ക് ഫ്ലോർ ലെവൽ എന്ന് മാറ്റണം. ഫ്ലോർ ലെവൽ എന്ന് പേര് മാറ്റി പേര് എല്ലായിടത്തും മാറ്റണം. പിന്നെ ഇത് മാത്രമല്ലേ, ഇതിൻ്റെ ഈ ഒരു സർക്കിൾ മാത്രം ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഇനി ഇച്ചിരി മാറ്റണമെങ്കിൽ ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് അതിനെ ഈ ഒരു ഓർഡറിലേക്ക് എനിക്ക് മാറ്റി വെച്ചാൽ മതി. ഓക്കെ, മാറിയില്ല, ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ. ലെവലായി. ഇപ്പോൾ ഒരു കഞ്ചഷൻ പോലെ ഉണ്ടല്ലേ, ഫ്ലോർ ലെവൽ ഗ്രൗണ്ട് ഫ്ലോർ എല്ലാം കൊണ്ട് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം ഇവിടെ ഒരു ചെക്ക് ബോക്സ് ഉണ്ടല്ലേ, ആ ചെക്ക് ബോക്സ് അൺടിക്ക് ചെയ്യുകയാണെങ്കിൽ ബബിൾ ഹൈഡായി. ഇപ്പുറത്തെ വശത്ത് തെളിഞ്ഞ് വരണമെങ്കിൽ റൈറ്റ് സൈഡ് എനിക്ക് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എന്തൊക്കെ ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലെവലുകൾ നമ്മൾ 3 സെറ്റ് ചെയ്തു. ഗ്രൗണ്ട് ലെവൽ സെറ്റ് ചെയ്തു, ഫ്ലോർ ലെവലും സെറ്റ് ചെയ്തു, അതേപോലെ സ്ലാബ് ലെവൽ നമ്മൾ ഇപ്പോൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ അടുത്തതായിട്ട് ഞാനൊരു വോൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, വോൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ എവിടെ പോയിട്ട് എനിക്ക് വോൾ വേണ്ട, എനിക്ക് വേണ്ടത് ഫ്ലോർ ലെവലിൽ നിന്ന് എനിക്കൊരു വോൾ വേണം. ഫ്ലോർ ലെവലിലേക്ക് പോയി അവിടെ ഞാനൊരു വോൾ ക്രിയേറ്റ് ചെയ്യുവാണ്. വോൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പലതരം വോളുകളൊക്കെ അവിടെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇപ്പോൾ എനിക്ക് വേണ്ടത് ഒരു 20 സെൻറ്റിമീറ്റർ തിക്നെസ്സിലുള്ളൊരു വോളായിരിക്കും. ചിലപ്പോൾ ഈ കൂട്ടത്തിൽ അത് കണ്ടേക്കാം, ചിലപ്പോൾ അതിൽ കാണത്തില്ലായിരിക്കും. ഞാനിപ്പോൾ ചെയ്യുന്നത് 300 അല്ലേ. അപ്പോൾ ഇതിൻ്റെ പർപ്പസും മെറ്റീരിയലും ഒന്നും ഞാൻ നോക്കുന്നില്ല, ഡെമോൺസ്ട്രേഷൻ പർപ്പസിന് വേണ്ടി ചെയ്യുന്നതുകൊണ്ട് നമ്മളത് എഡിറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ വിഡ്ത്ത് 30 സെൻറ്റിമീറ്റർ ആണ്. അത് മാത്രമേ എനിക്ക് നിർബന്ധമാണ്, എനിക്ക് മാറ്റണം എന്ന് എനിക്കുണ്ട്. എനിക്കത് 20 സെൻറ്റിമീറ്റർ മതി. അപ്പോൾ ഞാനത് ചെയ്യുന്നത് ഈ ഒരു വോൾ ടൈപ്പ് അതേപോലെ തന്നെ കിടന്നോട്ടെ, പക്ഷെ ഞാൻ അതിനെ മാറ്റി എനിക്ക് വോൾ 20 തിക്ക് എന്നൊരു പുതിയൊരു ഫാമിലി ഞാൻ ക്രിയേറ്റ് ചെയ്യുവാണ്. ക്രിയേറ്റ് ചെയ്ത് പേര് മാത്രമേ മാറിയിട്ടുള്ളൂ, വോൾ 20 തിക്ക് എന്ന് വന്നിട്ടുള്ളൂ. പക്ഷേ എൻ്റെ വിത്ത് ഇപ്പോഴും 30 തന്നെയാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറിനകത്ത് പോയി എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കാണാം ഇതിനകത്ത് എന്തൊക്കെയാണുള്ളത്. ഒരു കോൺക്രീറ്റിൻ്റെ ലെയറാണ് 20 കൊടുത്തിരിക്കുന്നത്. മെറ്റീരിയൽ നമുക്ക് മാറ്റായിരിക്കും, നോക്കട്ടെ, ക്ലിക്ക് ചെയ്ത് കോൺക്രീറ്റ് മേസൺട്രി ഒക്കെയാണ്. അപ്പോൾ ബ്രിക്ക് ഉണ്ട്, ബ്രിക്ക് എഞ്ചിനീയറിംഗ്, ബ്രിക്ക് കോമൺ കിടപ്പുണ്ട് അല്ലേ. അപ്പോൾ ബ്രിക്ക് മെറ്റീരിയലാണ് എനിക്ക് വേണ്ടതെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. അതിൻ്റെ തിക്നെസ് എനിക്ക് 20 മതി എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കുവാണ്. ഓക്കെ കൊടുത്തു. അപ്പോൾ ഇപ്പോൾ 20 സെൻറ്റിമീറ്ററായി. ഫൗണ്ടേഷൻ ആണ് അത് വേണ്ട. വേറെ വല്ലതും പറ്റുമോ നോക്കട്ടെ. ഫൗണ്ടേഷൻ അല്ലാതെ നീച്ചിനോട് ചേരുന്നത് ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ എന്ന് പറഞ്ഞ ഫൗണ്ടേഷൻ, സോഫിറ്റ്, കോർ, ഷാഫ്റ്റ്. ഓക്കെ, ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് ആവശ്യം വരുമ്പോൾ തൽക്കാലം പഠിക്കാം. ഏതായാലും ഫൗണ്ടേഷൻ ഞാൻ ഫൂട്ടിങ് കൊടുക്കുന്നില്ല, ഞാൻ എക്സ്റ്റീരിയർ വോൾ എന്നുള്ളൊരു സങ്കല്പിച്ച് ഞാനിപ്പോൾ എക്സ്റ്റീരിയർ എന്ന് ഞാൻ കൊടുക്കുവാണ്. മെറ്റീരിയൽ ഞാൻ കൊടുത്തിരിക്കുന്നത് ബ്രിക്കിൻ്റെ മെറ്റീരിയലാണ്, വിഡ്ത്ത് 20 ഉണ്ട്. തൽക്കാലം ഞാൻ ഇത് വെച്ച് മുന്നോട്ട് കൊണ്ട് എൻ്റെ പേര് നിങ്ങൾ ഓർത്തിരിക്കണം, വോൾ 20 തിക്ക് എന്നുള്ള പേരാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെൻ്റെ സിസ്റ്റത്തിൽ മാത്രം ഉള്ളൊരു പേരായിരിക്കും. നിങ്ങൾക്ക് ലെവൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇനിയിപ്പോൾ ഓൾറെഡി 20 സെൻറ്റിമീറ്റർ തിക്കിലോ നിങ്ങൾക്ക് വേണ്ട തിക്നെസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ പുതിയൊരു ടൈപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ബേസിക് വോൾ 20 തിക്ക് എന്നുള്ളൊരു വോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. നമുക്കത് വേണ്ടത് ഫ്ലോർ ലെവലിൽ നിന്ന് അല്ലേ. നമുക്കത് നമ്മൾ വോൾ ഇത് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. വോൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മളൊന്ന് ചെക്ക് ചെയ്തു. എവിടെ നിന്നാണ് ബേസ് കൺസ്ട്രെയിൻറ്റ് തുടങ്ങേണ്ടത്? ഫ്ലോർ ലെവലിൽ നിന്ന് തുടങ്ങണം. ടോപ്പ് കൺസ്ട്രെയിൻറ്റ് വരേണ്ട എവിടെയാണ്? നമുക്ക് അൺകണക്റ്റഡ് ആയിട്ടുള്ള നമുക്ക് സ്ലാബ് ലെവൽ വരെ നമുക്ക് വേണ്ടത് അല്ലേ. അപ്പോൾ സ്ലാബ് അപ് ടു ലെവൽ സ്ലാബ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഒരു വോൾ അങ്ങ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ വരയ്ക്കുന്നതെല്ലാം സെൻറ്റർ ലൈനായിട്ട് ഈ ലൊക്കേഷൻ ലൈൻ കണ്ടോ, വോൾ സെൻറ്റർ ലൈനിലാണ് കിടക്കുന്നത്. വേണമെങ്കിൽ ഔട്ടറോ ഇന്നറോ ഒക്കെ വേണമെങ്കിൽ വോൾ നമുക്ക് കൊടുക്കാം. തൽക്കാലം ഇപ്പോൾ ഞാനൊരു ഒരു ഹോളും കൂടെ ഉള്ളൊരു ബിൽഡിങ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഡയമെൻഷൻ നമ്മൾ ഒരു പ്രാവശ്യം ക്രിയേറ്റ് ചെയ്തെങ്കിലും നമുക്കത് പിന്നെ മാറ്റണമെങ്കിൽ അത് നമുക്ക് മാറ്റുന്നതിനൊന്നും നമുക്ക് തടസ്സമില്ല.
അപ്പോൾ ഇങ്ങനെ 3 റൂമുകൾ ഞാനങ്ങ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഞാൻ 3D വ്യൂ ഒന്ന് നോക്കുകയാണ്. 3D വ്യൂ ക്രിയേറ്റ് ചെയ്ത് ഫ്ലോർ ലെവലിൽ നിന്ന് സ്ലാബ് ലെവൽ വരെ അത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി വീണ്ടും ഞാൻ ഫ്ലോർ ലെവലിലോട്ട് തന്നെ പോവുകയാണ്. ഫ്ലോർ ലെവലിൽ പോയി എനിക്ക് ഡോറും വിൻഡോയൊക്കെ എനിക്ക് വെക്കണം. ഓക്കെ, ഡോറ് വെക്കുമ്പോഴും ഇതേപോലെ ഇപ്പോൾ ഇതിപ്പം 180 സെൻറ്റിമീറ്റർ വിട്ടിലൊക്കെ ഉള്ള ഫ്ലോറാണ്. അപ്പോൾ അത് വോളാണ്, എനിക്കത് വേണ്ട, ഇച്ചിരി ചെറുത് മതിയെങ്കിൽ ഞാൻ എടുക്കാം. 1 മീറ്റർ വീതിയിലുള്ളൊരു ഡോർ ഞാൻ എടുക്കുക. അപ്പോൾ അതെടുത്ത് ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തു. ഡയമെൻഷനൊക്കെ നമുക്ക് വേണേൽ പിന്നീട് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വോള് ഫിക്സ് ചെയ്യുമ്പോൾ അത് 2-3 ഓപ്ഷൻ നമുക്കിവിടെ ഉണ്ട്. നമ്മൾ വോള് ഫിക്സ് ചെയ്തു, ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടോ ഇത് എങ്ങോട്ടാണ് ഫ്ലിപ്പ് ദ ഇൻസ്റ്റൻസ് ഹാൻഡ്. ഇപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്യാം, ഇപ്പോൾ വാതിൽ തുറക്കുന്ന ഡയറക്ഷൻ അത് മാറി. ഇനിയിപ്പോൾ എനിക്കത് ലെഫ്റ്റിലേക്ക് വന്നു. പിന്നെ ഇത് അകത്തേക്ക് തുറക്കണോ പുറത്തേക്ക്? ഇപ്പോൾ ഇത് അകത്തേക്ക് തുറക്കുന്നതാണ് അല്ലേ, അകത്തേക്ക് ലെഫ്റ്റിലേക്ക് സ്വിങ് ചെയ്യുന്ന ഡോറായി. അപ്പോൾ അതെനിക്ക് വേണ്ട രീതിയിലായി അല്ലേ. അപ്പോൾ ഡോറ് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈവറ്റിന് നമുക്ക് ഓട്ടോകാഡിനേക്കാളൊക്കെ ഇൻ്റലിജൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യം എന്താണെന്നുള്ള കാര്യം നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കണം. ഈ ഡോറ് അകത്തേക്കാണോ പുറത്തേക്കാണോ, അതിന് ലെഫ്റ്റിലേക്കാണോ റൈറ്റിലേക്കാണോ എങ്ങോട്ടാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കുക. അതിനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. ഇപ്പോൾ ഡോർ അങ്ങോട്ടോ ഇങ്ങോട്ടോ പൊസിഷൻ മാറ്റണം എന്നുണ്ടെങ്കിൽ എനിക്കൊരു മാറ്റണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഡയമെൻഷനൊക്കെ ഇവിടെ മാറ്റി കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനത് 175 കൊടുക്കുകയാണെങ്കിൽ അത് എൻ്റെ ഡോറ് റൈറ്റിലേക്ക് കുറച്ച് മാറും കേട്ടോ. ഇവിടെ 14 ഇവിടെ കൂടിയിട്ടുണ്ട്. എനിക്കിപ്പോൾ അത് വേണ്ട, എനിക്ക് 180 അങ്ങോട്ട്, അല്ലെങ്കിൽ ഇച്ചിരി കൂടെ റൈറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ 170 ആയി കഴിഞ്ഞ് ഇച്ചിരി കൂടെ റൈറ്റിലേക്ക് അത് മാറും. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമുക്ക് ഡോറും സ്വിങ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെ വിൻഡോ എടുക്കുമ്പോഴത്തേക്ക് വിൻഡോ അകത്തേക്ക് വേണോ പുറത്തേക്ക് വേണോ, എങ്ങോട്ടാണ് തുറക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ഓപ്ഷനുണ്ട്. അതിൻ്റെ പൊസിഷൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം മാറ്റാം. ഓക്കെ, അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായാലും ഡോർ ആണെങ്കിലും വിൻഡോ ആണെങ്കിലും എവിടെ വേണമെങ്കിലും നമുക്ക് ഫിക്സ് ചെയ്യാം. അതിൻ്റെ ലൊക്കേഷൻ മാറ്റാം, അത് എങ്ങോട്ട് സ്വിങ് ചെയ്യണം, അതിൻ്റെ ഹാൻഡിൽ എവിടെ വരണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ ഡോറ് നമ്മൾ ഒരെണ്ണം വെച്ചു, അതൊരു ഇച്ചിരി വലിയ ഡോറായിരുന്നു. ഇനി നമുക്ക് ചെറിയ ഡോറുകൾ ബാക്കി റൂമുകളിലേക്ക് ആക്സസ് കിട്ടാൻ വേണ്ടി ചെറിയ ഡോറുകൾ കൊണ്ട് നമുക്കൊന്ന് വെച്ചു കൊടുക്കാം. ഇത് ഇവിടെ ഒരു ഡോറ്, പിന്നെ ഇവിടെയും ഒരു ഡോർ വെച്ചു. ഇത് ഫങ്ഷണൽ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ഇവിടെയും കൊണ്ടൊരു ഡോർ വെച്ചു. ഓക്കെ, പുറത്തേക്ക് കൊണ്ടവർ വെക്കട്ടെ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ഡോർ നമുക്ക് വെക്കാം. അതേപോലെ ഇനി അടുത്തത് നമുക്കുള്ളത് വിൻഡോയാണ് അല്ലേ. വിൻഡോയും നമുക്ക് ആവശ്യമുള്ള ഡയമെൻഷനിലുള്ളത് നമുക്ക് എടുക്കാം. അപ്പോൾ 1360 ഒക്കെ ഉണ്ട്. നമുക്ക് ചെറിയ വിൻഡോ തന്നെ വെക്കുകയാണ്. നിങ്ങൾ ഭംഗിയൊക്കെ നോക്കി നിങ്ങൾ അത് ആവശ്യമുള്ളപ്പോൾ അത് ചെയ്തോണം. എനിക്കിപ്പോൾ ഇത് ക്ലിക്കായിട്ടൊന്ന് വെക്കുകയാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ആരോസ് ഒക്കെ കാണാം. അകത്തോട്ടോ പുറത്തോട്ടോ എങ്ങോട്ട് വേണമെങ്കിലും നമുക്കത് മാറ്റാം. വേറൊരു ടൈപ്പ് വിൻഡോ കൂടെ ഞാൻ എടുക്കുകയാണ്. നമുക്ക് ഇനി ഷെഡ്യൂളൊക്കെ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു വ്യത്യാസമൊക്കെ നിങ്ങൾക്ക് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഒരെണ്ണം വെച്ചു, ഇവിടെ വെച്ചു, അടുത്തത് അവിടെയും വെച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് വിൻഡോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാം, ഇതിപ്പോൾ ലൊക്കേഷൻ നിങ്ങൾ മാറ്റി കാണും. ആരോ വെച്ച് ചില വിൻഡോ ഒക്കെ ഇപ്പോൾ അകത്തോട്ട് തുറക്കുന്ന രീതിയിലൊക്കെ വെച്ചിരിക്കുക നമ്മൾ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വിൻഡോ വെച്ചു, ഡോർ വെച്ചു. ഇനി ജസ്റ്റ് ഇത് എങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം നോക്കുന്നു. അപ്പോൾ കുറേ ജനലും അതിലൊക്കെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, ശരി. വീണ്ടും നമ്മൾ ഫ്ലോർ ലെവലിലോട്ട് നമ്മൾ പോവുകയാണ്. ഇനി നമുക്ക് വെക്കേണ്ടത്, നമുക്ക് റൂഫ് വെക്കണം, താഴെ നമുക്ക് ഫ്ലോറും നമുക്ക് വെക്കണം അല്ലേ. അപ്പോൾ റൂഫ് അല്ലെങ്കിൽ ആദ്യം നമുക്ക് ഗ്രൗണ്ട് ലെവൽ ഫ്ലോർ ലെവലിൽ നമുക്ക് ആദ്യമേ നമുക്ക് നമ്മുടെ ഫ്ലോർ വെക്കാം. ഫ്ലോർ വെക്കാനായിട്ട് ഈ ഭാഗത്ത് തന്നെയാണ്, ഇത് ഇവിടെ താഴെ ഫ്ലോർ കിടപ്പുണ്ട് അല്ലേ. ഫ്ലോറുണ്ട്, ഫ്ലോറിനകത്ത് വന്ന് ആർക്കിടെക്ചറൽ എന്നുള്ള ഭാഗം നിങ്ങൾ എടുക്കുക. അപ്പോൾ ഈ ഇതെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും പലതരം ഫ്ലോറുകളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിലും നമുക്ക് റാൻഡമായിട്ട് നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമേ ഞാനിപ്പോൾ ഒരെണ്ണം എടുക്കുകയാണ്. ഈ ഒരു ഫ്ലോർ എടുത്തു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാൻ നേരത്തെ, എഡിറ്റ് ടൈപ്പ് എടുക്കാൻ നേരത്തെ 48 സെൻറ്റിമീറ്റർ ഡെപ്ത് ഉള്ള ഒരു ഫ്ലോറിംഗ് സിസ്റ്റമാണ് ഇവർ വെച്ചിരിക്കുന്നത്. അത് നമുക്കൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഫ്ലോറിംഗ് സിസ്റ്റം എല്ലാം കൂടെ 50 സെൻറ്റിമീറ്റർ ഉള്ള, ഞാനിപ്പോൾ നിങ്ങളതിൻ്റെ ഡീറ്റെയിൽസോ അതിൻ്റെ സ്ട്രക്ചറൽ കറക്റ്റ്നെസ്സിനെ കുറിച്ച് നിങ്ങൾ തൽക്കാലം ഇപ്പോൾ നോക്കണ്ട. 50 സെൻറ്റിമീറ്റർ ഡെപ്ത് ഉള്ള ഒരു ഫ്ലോറിംഗ് സിസ്റ്റം ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതെങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ള കാര്യവും പ്രോപ്പർട്ടീസ് എങ്ങനെ മാറ്റാം എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഫിനിഷ് എല്ലാം ഉണ്ട്. ഇപ്പോൾ തെർമലുണ്ട്, കവറുണ്ട്. എനിക്കിത് 50 സെൻറ്റിമീറ്റർ ആക്കണം. അപ്പോൾ വേണമെങ്കിൽ എനിക്ക് ഏതെങ്കിലുമൊക്കെ എലമെൻറ്റ്സിന്, ഇപ്പോൾ ഈ തെർമൽ എയർ റിജിഡിറ്റി എനിക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എനിക്ക് തിക്നെസ് ഒരു 39 ആണ് കാണിക്കുന്നത്. ഞാൻ ക്വിക്കായിട്ട് എനിക്കൊന്ന് 50 ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ
സാൻഡ് ലെയറിനെ ഞാൻ 11 ആക്കി ഞാൻ മാറ്റി ആക്കി 45 ആയുള്ളൂ. ഞാൻ 60 ആകട്ടെ. ഓക്കെ, അപ്പോൾ 50 സെൻറ്റിമീറ്റർ ആയി. എൻ്റെ നോൺ മെമ്പർ ലെയർ ഷുഡ് ഹാവ് തിക്നെസ് നോ ലെസ് ദാൻ 0.08. ഓക്കെ, ഓക്കെ. നോൺ മെംബ്രെയിൻ ലേയേഴ്സ് അല്ലേ, മെംബ്രെയിൻ അല്ലാത്ത ഇത് മെംബ്രെയിൻ ആണ്. ഇവിടെ ഒരു സ്ട്രക്ചർ വന്നിട്ടുണ്ടല്ലേ, ആ സ്ട്രക്ചറിനെ 0.0 ഞാൻ അതങ്ങ് ഡിലീറ്റ് ചെയ്യുകയാണ്. നിങ്ങളിപ്പോൾ അതിൻ്റെ സ്ട്രക്ചറൽ കറക്റ്റ്നെസ് നമ്മൾ തൽക്കാലം വിടുവാണ്. കോർ ബൗണ്ടറിയിൽ ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ അതവർ സമ്മതിച്ചിട്ടുണ്ട്. ഡിഫോൾട്ട് തിക്നെസ് 50 നോക്കട്ടെ. അപ്പോൾ 12.5 വന്നിട്ടുണ്ട്, 27.5 ആയി. ഓക്കെ, 28.5 ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ 50 സെൻറ്റിമീറ്റർ ആയി. തൽക്കാലം ഞാനതങ്ങ് എടുക്കുക കേട്ടോ. ഓക്കെ, ഇനി അതിൻ്റെ ബൗണ്ടറി എത്രയാണ് ബൗണ്ടറി വേണ്ടെന്നുള്ളത് ഞാനിപ്പോൾ ഇത് കൊടുക്കാനുള്ള സൗകര്യത്തിന് ഞാൻ റെഗുലറായിട്ടുള്ളൊരു സ്ട്രക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഇച്ചിരി കൂടെ നിങ്ങളുടെ ഇറഗുലർ ആണെങ്കിൽ നമുക്കവിടെ ലൈനുകളും ഒക്കെ ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഉപയോഗിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് ടിക്ക് ഇടുമ്പോൾ നമ്മുടെ ഈ ഫ്ലോറിംഗ് സിസ്റ്റം ഞാനിപ്പോൾ 50 സെൻറ്റിമീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 50 സെൻറ്റിമീറ്റർ താഴേക്ക് അത് ചാടി നിൽക്കുന്നുണ്ടാവണം അല്ലേ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കൊടുത്തു താഴേക്കാണ് വന്നിരിക്കുന്നത് അല്ലേ. ഇവിടെ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ റൂം ഓഫ്സെറ്റ്, ഓക്കെ, ഫ്ലോർ ലെവലുണ്ട്. ഫ്ലോർ 50 എന്നുള്ള നമ്മുടെ പുതിയ ഫ്ലോർ അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് കറക്റ്റ് അല്ല, പക്ഷേ നമുക്കിപ്പോൾ ഒരു ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട് നമ്മളൊരെണ്ണം സെറ്റ് ചെയ്തു എന്നുള്ള കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് മേളിൽ നമുക്കൊരു റൂഫുണ്ട്. റൂഫ് നമുക്ക് കൊടുക്കേണ്ടത് സ്ലാബ് ലെവലിലാണ്. സ്ലാബ് ലെവലിൽ റൂഫ് നമുക്ക് കൊടുക്കണം. സ്ലാബ് ലെവലിൽ റൂഫ് കൊടുക്കാൻ വീണ്ടും ആർക്കിടെക്ചറിലേക്ക് ചെല്ലുക, റൂഫിലേക്ക് പോവുക. ഓക്കെ, റൂഫിലേക്ക് ചെല്ലുക, റൂഫ് ബൈ ഫുട് പ്രിൻറ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, റൂഫ് ബൈ ഫുട് കൊടുക്കുക. ഓവർ ഹാങ് കൊടുത്തു ഞാനൊരു ഓക്കെ. ഇവിടെ ഡിഫൈൻ സ്ലോപ്പ് ഞാൻ കൊടുക്കുന്നില്ല. സ്ലോപ്പ് ടിക്ക് ഓക്കെ, ടിക്ക് ഞാൻ വീണ്ടും എൻ്റെ 3D വ്യൂവിൽ വന്ന് നോക്കുകയാണ്. ഓക്കെ, 3D വ്യൂവിൽ വന്ന് നോക്കി. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇനി വീണ്ടും നമുക്കിത് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ഫുട് പ്രിൻറ്റ് കൊടുക്കാം. ഓക്കെ, എഡിറ്റ് ഫുട് പ്രിൻറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം നോക്കാം. എഡിറ്റ് ഫുട് പ്രിൻറ്റിൽ നമുക്ക് വീണ്ടും സ്ലാബ് ലെവലിലേക്ക് വരാം. സ്ലാബ് ലെവലിലേക്ക് വന്നു. ഇവിടെ വേണമെങ്കിൽ നമുക്ക് നേരത്തെ കൊടുക്കാത്ത സ്ലോപ്പുകളൊക്കെ വേണമെങ്കിൽ നമുക്കവിടെ കൊടുക്കാം. ഡിഫൈൻ സ്ലോപ്പ് കൊടുക്കണമെങ്കിൽ ഡിഫൈൻ സ്ലോപ്പ് കൊടുക്കാം. 30 ഡിഗ്രി 20 ഡിഗ്രി എത്ര വേണമെങ്കിലും നമുക്കത് കൊടുക്കാം. പിന്നെ അതേപോലെ ഇതിപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ പുറത്തോട്ട് വന്നിട്ടില്ല അല്ലേ. അപ്പോൾ ഇത് 20 വന്നിരിക്കുന്നത്, ഞാനൊരു 50 കൊടുക്കുകയാണ്. 50, അപ്പോൾ അത് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെയും 20, അത് 50 ഞാൻ കൊടുത്തു, പുറത്തേക്ക് വന്നു. 50 കൊടുത്തു, വീണ്ടും ഞാൻ 50 കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ എഡിറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ സ്ലോപ്പ് കൊടുത്തരാൻ തോന്നുന്നു, നോക്കാം. 3dB ഒന്ന് നോക്കിയിട്ട് വരാം. 3dB കൊണ്ട് ഇവിടെ ഈ സൈഡിൽ നമ്മളൊരു 30 ഡിഗ്രി സ്ലോപ്പ് കൊടുത്തിരുന്നു. 30 ഡിഗ്രി സ്ലോപ്പ് കൊടുത്തുകൊണ്ടാണ് അവിടെ മാത്രം ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ വീണ്ടും അവിടെ പ്രശ്നമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് ഫുട് പ്രിൻറ്റ് പോവുക. ഇവിടെ ഉണ്ട് അല്ലേ, ഇവിടെ നമ്മുടെ ക്ലിക്ക് ചെയ്യുക അല്ലേ, 30 ഡിഗ്രി എന്നുള്ളത് മാറ്റി 0 ഡിഗ്രി അടിച്ചു, നമ്മളത് ടിക്ക് കൊടുത്തു. ഓക്കെ, അപ്പോൾ അതായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഓക്കെ, ഞാനിപ്പോൾ ഈ വീഡിയോ ഇവിടെ നിന്ന് പോസ് ചെയ്യുകയാണ്. ബാറ്ററിയൊക്കെ കുത്തി ബാക്കിയുള്ളത് എടുക്കാം കേട്ടോ.